കൊല്ലത്ത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതായി. പേരൂർ സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണമാണ് നഷ്ടപ്പെട്ടത്. 48 പവൻ സ്വർണം മോഷണം പോയി എന്നാണ് FIR. ബാങ്കിന് മുന്നിൽ സമരം നടത്തുകയാണ് സ്വർണം നഷ്ടപ്പെട്ട ധന്യാസുധി. AV ജയശങ്കർ ഉണ്ട് സ്ഥലത്ത്. ജയശങ്കർ, ഇതെങ്ങനെയാ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതാവുകയോ? സർവീസ് സഹകരണ ബാങ്കിൽ എന്താണ് ഈ ബാങ്ക് അധികൃതർ പറയുന്നത്? എപ്പോഴാണ് ഈ സ്വർണം കാണാതായ വിവരം ഈ സുധി അറിയുന്നത്? ഡോക്ടർ അരുൺ, നമ്മളിപ്പോൾ ഉള്ളത് പേരൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ്. ആ ബാങ്കിന് മുന്നിൽ അമ്മയും മകളും സമരത്തിലാണ്. പ്ലക്കാർഡൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം. എൻ്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 48 പവൻ നഷ്ടപ്പെട്ട സ്വർണത്തിന് ബാങ്ക് മറുപടി പറയുക എന്ന ഫ്ലക്സാണ്, ഇല്ലെങ്കിൽ ആ ബോർഡൊക്കെ പിടിച്ചാണ് സമരം. ധന്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പണമാണ് അല്ലെങ്കിൽ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ടെന്നാലും പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വീഴ്ച ഇല്ലെങ്കിൽ മോഷണം സ്ഥിരീകരിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. 48 പവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ പറയുന്ന പോലെ FIR-ലുള്ളത്. ചേച്ചി, എന്തായിരുന്നു സംഭവം? എൻ്റെ പേര് ധന്യ സുജിത്ത്. ഞാൻ പേരൂർ സ്വദേശിനിയാണ്. ഞാൻ 2013 തൊട്ട് ബാങ്കിൽ ലോക്കർ ഓപ്പൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ വർഷങ്ങളിൽ ഞാൻ ലോക്കർ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നതാണ്. ഞാൻ 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ഇവിടെ ലോക്കറിൽ വന്നിരുന്നു, ബാങ്കിൽ വന്നു. അപ്പോൾ ബാങ്കിൻ്റെ ഒരു സ്റ്റാഫായ സജീവൻ എന്ന് പറഞ്ഞ അണ്ണനോട് ഞാൻ പറഞ്ഞു, പേഴ്സണലി ഇവരെല്ലാം നമുക്കറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ലോക്കറിൻ്റെ റെൻറ്റ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ എനിക്കതിൻ്റെ അടയ്ക്കണം. ഞാൻ അടുത്ത മാസം ലോക്കർ ക്ലോസ് ചെയ്യും, ഹസ്ബൻഡ് അച്ഛനായിട്ടൊന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പെട്ടെന്ന് പറഞ്ഞു, തന്നെ ലോക്കർ കൈകാര്യം ചെയ്യുന്ന വിധു എന്ന് പറഞ്ഞ സ്റ്റാഫ് ലീവാണ്, അപ്പോൾ തന്നെ പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. പുള്ളി ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ വന്ന സമയത്ത് ബാങ്കിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞ അർച്ചന മാഡം അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളി പറഞ്ഞ പ്രകാരം ഞാൻ തിരികെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഈ ഏപ്രിൽ മാസം 27-ാം തീയതി വീണ്ടും ബാങ്കിൽ തിരികെ വന്നു. ഞാൻ എൻ്റെ മൂത്ത കുട്ടിയായിട്ടാണ് ബാങ്കിൽ വന്നത്. ഞാൻ വന്നു നേരിട്ട് വന്നപ്പോൾ വിധു എന്ന് പറഞ്ഞ ലോക്കർ കൈകാര്യം ചെയ്യുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിധുവിനോട് പറഞ്ഞു, വിധുവിനെ എൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യണം, അതുപോലെ എനിക്ക് ക്ലോസ് ചെയ്യണം, എൻ്റെ റെൻ്റൊക്കെ ഞാൻ അടയ്ക്കാനുണ്ടെങ്കിൽ എനിക്ക് അത് അടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ത്രൂ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലോക്കർ കീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുത്തു. പുള്ളി ഞാനും കൂടെ ലോക്കറിനകത്ത് പ്രവേശിച്ചു. പുള്ളി അകത്ത് കയറിയ സമയത്ത് ബാങ്കിൻ്റെ മാസ്റ്റർ കീ പുള്ളി അന്നേരം എടുത്തിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്നേരം ഡീപ്പായിട്ട് ഞാനത് ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ഈ ലോക്കർ തുറന്നപ്പോൾ ഗോൾഡ് കാണാൻ, അപ്പം ഞാൻ ലോക്കർ തുറന്നു. ലോക്കർ തുറക്കുന്നതല്ല, ലോക്കർ തുറക്കാൻ നോക്കുന്നു. എൻ്റെ കീ മാത്രമായിട്ട് ലോക്കർ തുറക്കാൻ നോക്കും, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് കീ മാറി എന്നുള്ള ഒരു വാദവുമായിട്ട് എന്നോട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ബാഗിൽ വേറെ കീ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ എൻ്റെ സമയത്ത് എൻ്റെ ബാഗിൻ്റെ അലമാര പൂട്ടിയ ഒരു ചാവി എൻ്റെ ബാഗിൽ കിടക്കണം. ഞാൻ പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് വന്ന സമയത്ത് പുള്ളി ലോക്കർ തുറന്നു എന്ന് പറഞ്ഞ് എന്നെ തിരികെ വിളിക്കുകയാണ് ചെയ്തത്. അറ്റ് പ്രസൻറ്റ് ഞാനത് തുറക്കുന്ന സമയത്ത് ഞാൻ പുള്ളി എടുത്തില്ല. പക്ഷേ ഈ പുള്ളി തിരിച്ച് ലോക്കറിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ ബോക്സിലെടുത്ത് നോക്കുമ്പോൾ ഞാൻ വെച്ച 1 മില്ലിഗ്രാം പോലും എൻ്റെ മക്കളുടെ ഒരു കമ്മലാവട്ടെ ഒന്നും അതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയെ കാണുന്നത്. ഞാനപ്പോൾ കിടന്ന് നിലവിളിച്ചു. പെട്ടെന്ന് സെക്രട്ടറി എല്ലാം കയറി വന്നു. അവരെന്നെ പിടിച്ചിട്ട് പറഞ്ഞു, വിട്ടിരിക്കുക, സമാധാനമായിട്ട് നോക്കട്ടെ, നിങ്ങളിപ്പോൾ പോലീസിന് ഇൻഫോം ചെയ്യുകയൊന്നും ചെയ്യരുത്. 4 മണി വരെ അവർക്ക് സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് അടിയന്തരമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അവരെന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും ലോക്കറിൽ എൻ്റെ ഗോൾഡ് ഇരിക്കട്ടെ എന്നാണ് അവരെന്നോട് പറയുന്ന ന്യായം. പക്ഷേ ഞാൻ അന്ന് തന്നെ 4 മണിയായപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു നീതിയും കിട്ടാതായപ്പോൾ ഞാൻ പോലീസിന് ഇൻഫോം ചെയ്തു. എൻ്റെ കേസ് ഒരു 10 ദിവസം കളിക്കൊല്ലൂർ പോലീസിൽ ഞാൻ 27-ാം തീയതി എടുത്ത പരാതിയാണ്. എൻ്റെ കേസ് ശരിക്കും FIR ഇടുന്നത് ഞാൻ മെയ് 5-ാം തീയതി ഹേമലത മാഡത്തിനെ നേരിട്ട് പോയി എൻ്റെ അവസ്ഥ മൊത്തം പറഞ്ഞതിന് ശേഷം മെയ് 6-ാം തീയതിയാണ് എൻ്റെ കേസ് FIR ഇടുന്നത്. എന്നിട്ട് അന്വേഷണം നടക്കുന്നു എന്നല്ലാതെ എനിക്ക് വ്യക്തമായ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാങ്കിൽ പലതവണ ഞാൻ സെക്രട്ടറി വന്ന് ഇവിടെ കണ്ടു. മാഡത്തിന് എന്തെങ്കിലും പ്രൈമറി ആയിട്ട് എൻക്വയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മാഡം അന്നേരവും പറയണത് മറ്റേതെങ്കിലും ലോക്കറിൽ എൻ്റെ ഗോൾഡ് മാറ്റി, ഞാനറിയാതെ മറ്റേതെങ്കിലും ലോക്കറിൽ ഒരിക്കലും ബാങ്കിന് മാറ്റിവെക്കാൻ പറ്റില്ല. എന്തായാലും ഈ സ്വർണം തിരിച്ചു കിട്ടുന്നവരെ നമ്മൾ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. എനിക്ക് വേറെ മാർഗ്ഗമില്ല. എൻ്റെ 2 പെൺകുട്ടികളാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമിയോ വീടോ ഒന്നുമില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ പ്രോപ്പർട്ടി വിറ്റാണ് അവർ ശരിക്കും എനിക്ക് 40 തന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും ഇതിനകത്ത് കൊണ്ടുവന്ന് ഞാൻ വിശ്വസിച്ച് വെച്ചു. എനിക്കെൻ്റെ മുതൽ കിട്ടണം, ഞാൻ കിട്ടുന്നവരെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് ഈ മാസം എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സർജറി ആയിരുന്നു മെയ് മാസം. അപ്പം അതെല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവരോട് ഏപ്രിൽ വന്നിട്ട് അടുത്ത മാസം ഞാൻ ക്ലോസ് ചെയ്യുമെന്നവരെ പറഞ്ഞത്. പക്ഷേ എനിക്കെൻ്റെ മുതൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടികളായിട്ട് കൊടുക്കുന്ന ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഡോക്ടർ അരുൺ, വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം വിശ്വസിച്ചൊരു സഹകരണ ബാങ്കിൽ സ്വർണം ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ പിന്നീട് ഒരു ആവശ്യം വന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു പവൻ സ്വർണം പോലും ഇല്ലാത്തൊരവസ്ഥ. ആ കണ്ണുനീര് കണ്ടോ? അത് അവർ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട മുതൽ നഷ്ടപ്പെടുമ്പോഴുള്ള കണ്ണുനീരാണ്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ FIR എടുത്തിട്ടുള്ളതും കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്നാണ് കിളിക്കല്ലൂർ പോലീസ് FIR ഇട്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല. ഈ ബാങ്ക് അധികൃതരുമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവരെ സമീപിച്ചെങ്കിലും അവരിൽ നിന്നും കൃത്യമായൊരു മറുപടിയില്ല. ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉപഭോക്താവാണ് ഇവർ. ഈ ബാങ്കിനെ വിശ്വസിച്ചാണ് ഈ ലോക്കറിൽ സാധനങ്ങൾ കൊണ്ടുവച്ചത്. പക്ഷേ അത് വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ ബാങ്കിന് മുന്നിൽ മകളുമായി വന്ന് സമരമിരിക്കേണ്ട ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ്. ആ ബാങ്ക് ഒന്നും തുറന്നിട്ടില്ലേ ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ ബാങ്ക് മുകളിൽ തുറന്നിട്ടുണ്ട്. നമുക്ക് സെക്രട്ടറി അടുത്ത് വേണമെങ്കിൽ ചോദിക്കാമല്ലോ, സെക്രട്ടറിക്ക് മറുപടി പറയാമല്ലോ.
അവിടെ ചേച്ചി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ? ചേട്ടാ ആരും ഇല്ലേ? ട്രെയിനിങ് പോയിരിക്കുക. പരിശീലനം. ഡോക്ടർ ഈ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി ട്രെയിനിങ് പോയിരിക്കുക എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. 2-3 സാധാരണ ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, നമ്മൾ ഈ ലോക്കറിൽ വെക്കുന്ന സാധനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു ചേച്ചി അവിടെ സമരം ഇരിക്കുന്ന സാഹചര്യം, ഒരു അമ്മയും കുട്ടിയും അവിടെ സമരം ഇരിക്കുന്നുണ്ട്. കരയാണ് അവർ ചെയ്യുന്നത്. നമ്മളെ ബാങ്കിനെ വിശ്വസിച്ച് വെച്ചതല്ലേ? അതെ, പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ? നമ്മളും ബാങ്കും അതിൻ്റെതായ രീതിയിലുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം കേസിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ എന്തുവാന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം നഷ്ടമാകുമ്പോഴേ നമ്മൾ അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുത്ത് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സജീവിൻ്റെ ഇതുകൊണ്ട് എടുത്തു സാറേ, അവിടെ ചോദിക്കൂ. ഡോക്ടർ അരുൺ, ഈ ജീവനക്കാർക്ക് കൃത്യമായൊരു മറുപടി തരാനില്ല. ഇവിടെ മുതിർന്ന ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ കൃത്യമായൊരു മറുപടി തരുന്നില്ല. ഇവരും അവരുടെ രീതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തി സമയമാണ്. ഈ ബാങ്കിൽ ഒരു 3ഓളം ജീവനക്കാരുണ്ട്. മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല. ഈ ബാങ്കിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ അർച്ചന ഉൾപ്പെടെയുള്ള ആളുകളൊന്നും തന്നെ ഈ ബാങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വലിയൊരു ആശങ്കയുടെ വിഷയമാണ്. ഒരാൾക്ക് ഇങ്ങനെ 48 ബാങ്കിൽ വരണ്ട എന്നാണോ ഇവിടെ? പറയേണ്ട ആവശ്യമില്ലല്ലോ ഡോക്ടർ. 48 പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ട്, ജീവനക്കാരുണ്ടെന്ന് അത് 48 പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ട് ബാങ്കിലെ അധികാരികൾ നിങ്ങളിപ്പോൾ കേസ് കൊടുക്കരുതെന്നൊക്കെ പറയുന്നു. ശരി, അങ്ങനെ അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ഇവർ എന്ത് ചെയ്യും ഇനി? ഈ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സമ്പാദ്യമായിരുന്നു. അവരുടെ ഭർത്താവ് സമ്പാദിച്ചുകൊണ്ട് വന്നതാണ്. 2 പെൺമക്കളുണ്ട്. അപ്പോൾ ആരും അവിടെ മറുപടി പറയാൻ പറ്റിയ ആൾക്കാർ, മാനേജർമാരും ഇല്ലല്ലേ അവിടെ? മാനേജർ തസ്തികയിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചോദിക്കൂ ജയശങ്കർ. ഡോക്ടർ അരുൺ, ചേട്ടാ, ഈ മാനേജർ തസ്തികയുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ഇല്ല. ട്രെയിനിങ് ഡോക്ടർ അരുൺ, ഈ മാനേജർ തസ്തികയുള്ള ആളുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. മറ്റ് സാധാരണ 3 ജീവനക്കാരാണുള്ളത്. മറ്റ് ചില കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി എവിടെ ആൾ വരാത്തതാണോ, ഇനി അവധിയാണോ, ഇനി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ 3 ജീവനക്കാരാണുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട മറുപടി പറയാൻ പറ്റുന്ന നിർഭാഗ്യകരമാണ്. എന്തായാലും പേരൂർ സഹകരണ ബാങ്കിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ലോക്കലിൽ വെച്ച സ്വർണ്ണമാണ് 48 പവൻ സ്വർണം. ഇപ്പോഴത്തെ വിലയനുസരിച്ച് നോക്കിയാൽ ഒരു 50 ലക്ഷം രൂപയുടെ വിലയുണ്ട്. അത്രയും സ്വർണ്ണമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വീട് പോലും ഇല്ല എന്നാണ് സ്വർണം നഷ്ടപ്പെട്ട ധന്യാസുതി ഇപ്പോൾ പറയുന്നത്. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു വെച്ച സ്വർണ്ണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ബാങ്കിൻ്റെ ലോക്കറിൽ നിന്ന് സ്വർണം നഷ്ടമാവുക? ആ ബാങ്കിലെ അധികാരികൾ അറിയാതെ? തീർച്ചയായിട്ടും അന്വേഷണം അതിനകത്ത് ആവശ്യമുണ്ട്. ഒരു പൊടി സ്വർണ്ണം പോലും അവിടെ ഇല്ലെന്നേ. എല്ലാം കൊണ്ടുപോയി. 48 പവൻ വെച്ചതാണ്. ലോക്കർ തുറന്നു നോക്കുമ്പം ഒരു സ്വർണ്ണവും അവിടെ ഇല്ല. സ്വർണ്ണത്തിൻ്റെ ഒരു പൊട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് അവസ്ഥ. ജയശങ്കറാണ് വാർത്ത നൽകിയത്. ആ വാർത്തയുടെ ഫോളോ അപ്പുമായി നമ്മൾ വീണ്ടും വരും. എന്താണ് ആ വാർത്തയ്ക്ക്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ.